നമുക്കൊന്ന് കോഴിക്കോട്ടേക്ക് പോകാം. കോഴിക്കോട് ഇത്തവണ വളരെ വാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. MK രാഘവൻ ഹാട്രിക് അടിച്ചു നിൽക്കുകയാണ്. രാഘവനെ പരാജയപ്പെടുത്താൻ CPM തലമുതിർന്ന നേതാവ്, കേന്ദ്ര കമ്മിറ്റി അംഗം, തൊഴിലാളി നേതാവ് എള്ളമരം കരീമിനെ അയച്ചിരുന്നു. 2009 മണ്ഡല പുനർനിർണയത്തിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് കോഴിക്കോട് ഇതുവരെ തിരിച്ചു പിടിക്കാൻ പറ്റിയിട്ടില്ല. അതിലൊരു തമാശ എന്താ വെച്ചാൽ, ഞാൻ ഒരിക്കൽ MK രാഘവനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം കണ്ണൂരിൽ നിന്നാണല്ലോ കോഴിക്കോടേക്ക് പോകുന്നത്. 2009 സ്ഥാനാർത്ഥിയാവാൻ ആദ്യം MK രാഘവനോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം തയ്യാറായില്ല. അപ്പോൾ ഉടനെ AK ആന്റണി വിളിച്ചിട്ടാണ് എന്തായാലും രാഘവ പോയി വരൂ എന്ന് പറയുന്നത്. അപ്പോൾ AK പറഞ്ഞിട്ടാണ് സമ്മതിക്കുന്നത്. അപ്പോൾ കണ്ണൂരിലെ കോൺഗ്രസ്സുകാർ രാഘവനെ യാത്ര അയക്കിയത് പോയിട്ട് വരൂ എന്ന് പറഞ്ഞിട്ടാണ്. അന്ന് MP വീരേന്ദ്രകുമാർ പറഞ്ഞൊരു കാര്യം, അന്ന് അദ്ദേഹം UDF പക്ഷത്തേക്ക് ആ ഇലക്ഷനെ തുടർന്ന് എത്തുകയാണ്. കോഴിക്കോട് മത്സരമൊക്കെ കാഴ്ചവെക്കാം, പക്ഷേ ജയിക്കാൻ പാടാണ്, ജയിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിടത്താണ് ഹാട്രിക് 3 തവണ MK രാഘവൻ 2009 മുതൽ കോഴിക്കോട് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം തന്നെ വീണ്ടും മത്സരിക്കുന്നു. ഇത്തവണ തിരിച്ചു പിടിച്ചേ പറ്റുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും വലിയ ഒരു പരീക്ഷണമാണ് പ്രദീപ് കുമാറിനെ മണ്ഡലം പിടിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. പക്ഷേ എന്നിട്ടും അത് നടന്നില്ല. 85,225 വോട്ടിനാണ് MK രാഘവൻ അവിടെ വീണ്ടും ജയിച്ചത്. ആദ്യം PA മുഹമ്മദ് റിയാസ്, പിന്നെ A വിജയരാഘവൻ, ഏറ്റവും ഒടുവിൽ A പ്രദീപ് കുമാർ. ഇവർക്കാർക്കും കഴിയാത്തത് എള്ളമരം കരീം എന്ന കോഴിക്കോടിന്റെ മനസ്സറിഞ്ഞ ട്രേഡ് യൂണിയൻ നേതാവിന് കഴിയുമോ എന്നറിയാനാണ് കോഴിക്കോട് കാത്തിരിക്കുന്നത്. ഒപ്പം BJP ഗണ്യമായി വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് കോഴിക്കോട്. കഴിഞ്ഞ തവണ പ്രകാശ് ബാബു മത്സരിച്ചു, ഇത്തവണ അത് MT രമേശിൽ എത്തി നിൽക്കുന്നു. അതിനുശേഷം പ്രകാശ് ബാബു, ഇപ്പോൾ MT രമേശ്. CK പത്മനാഭനിൽ നിന്ന് പ്രകാശ് ബാബു വോട്ട് ഉയർത്തിയിട്ടുണ്ട്. ആ വോട്ട് MT രമേശ് ഉയർത്തുമെന്നുള്ളതാണ് BJPയുടെ പ്രതീക്ഷ. വളരെ കൗതുകകരമായ രാഷ്ട്രീയ പോരാണ്. മലബാറിന്റെ തലസ്ഥാനം എന്ന് വിളിക്കാം കോഴിക്കോടിനെ. ആ കോഴിക്കോട് ഇത്തവണ അപ്രവചനീയമായ മത്സരം അരങ്ങേറുന്നു എന്നുള്ളതാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെയുള്ള ഈ ലോക്സഭാ മണ്ഡലത്തിലുള്ള 7 മണ്ഡലങ്ങളിൽ കൊടുവള്ളി ഒഴികെ ബാക്കിയുള്ളതെല്ലാം LDF ജയിച്ചു. സാധാരണ ജയിക്കാത്ത നഗരമണ്ഡലത്തിൽ പോലും, സൗത്തിൽ പോലും ജയിക്കുന്നത് നമ്മൾ കണ്ടു. അഹമ്മദ് ദേവർകോവിൽ അവിടെ നിന്ന് ജയിച്ച് മന്ത്രിയാവുന്നത് വരെ കണ്ടു. അപ്പോൾ നിയമസഭയുടെ ടേംസിൽ LDFന് അനുകൂലമായ സാഹചര്യമാണ്. പക്ഷേ കഴിഞ്ഞ 3 തവണയായി തുടർച്ചയായി UDF കൈപ്പത്തി ചിഹ്നത്തിൽ ലോക്സഭയിലേക്ക് ജയിച്ചുകൊണ്ടിരിക്കുന്ന കോഴിക്കോട് ഇത്തവണ MK രാഘവന്റെ ആ ഡ്രീം റൺ അവസാനിക്കുമോ? എള്ളമരം കരീം കോഴിക്കോട് CPMന് വേണ്ടി തിരിച്ചു പിടിക്കുമോ? അതാണ് ചോദ്യം. നമുക്ക് നോക്കാം റിസൾട്ട്. യെസ്, റിസൾട്ട് എങ്ങനെ? കാത്തിരിക്കാം. ഓട്ടോ റിസൾട്ടുമായി വരൂ. റിസൾട്ടിൽ വലിയ സർപ്രൈസുകൾക്ക് ഇതാ ഇവിടെ സ്ഥാനമില്ല. MK രാഘവൻ 4ാം തവണയും കോഴിക്കോട് ജയിക്കും എന്ന് പറയുന്നു P മാർക്ക് മാതൃഭൂമി ന്യൂസ് അഭിപ്രായ സർവേ. 2% വ്യത്യാസം മാത്രമേ 2% വ്യത്യാസം UDFന് മെച്ചമായുള്ളൂ. 37%വുമായി എളമരം കരീം തൊട്ടു പിന്നിലുണ്ട്. നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ BJP 22% ഈ പ്രൊജക്ഷനിൽ പറയുന്നത്. അവിടെ നമ്മൾ കാണേണ്ടത് MK രാഘവൻ കഴിഞ്ഞ തവണ 45% വോട്ട് നേടിയിരുന്നു. കഴിഞ്ഞ തവണത്തെ സവിശേഷ സാഹചര്യം നമ്മൾ ആവർത്തിച്ച് ഇതേ ഷോയിൽ തന്നെ പറയുന്നുണ്ട്. വലിയ തോതിൽ രാഹുൽ ഗാന്ധിയുടെ വേവിൽ ഒരു രാഹുൽ ഗാന്ധിയുടെ സർക്കാർ അല്ലെങ്കിൽ BJP ഇതര സർക്കാർ എന്നൊരു പ്രതീക്ഷ ജനങ്ങളിൽ ഉണ്ടായിരുന്നു. ആ വേവിൽ MK രാഘവൻ 45% വോട്ട് നേടിയത് ഇത്തവണ 39ലേക്ക് കുറയാനുള്ള സാധ്യത ഈ സർവേ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം കഴിഞ്ഞ തവണത്തെ 15.53 BJP 22% ഉയർത്താനുള്ള സാധ്യത ഈ സർവേ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് കുറേയൊക്കെ യാഥാർത്ഥ്യബോധമുള്ള കണക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കോർപ്പറേഷൻ ലിമിറ്റുകളിലടക്കം BJP പടിപടിയായി അവരുടെ പ്രസൻസ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് കോഴിക്കോട്. ഇത്തവണ MT രമേശ് എന്ന അവരുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാവാണ് കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. അഭിലാഷ്, അത് ഈ കാര്യം പറയുമ്പോൾ കഴിഞ്ഞ തവണത്തെ പോലെ ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം UDFന് അനുകൂലമായി ഉണ്ടാകാനുള്ള സാധ്യത അന്നത്തെ പോലെ ഇന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതിനോടൊപ്പം ഇപ്പോൾ മുസ്ലിം സംഘടനകളുമായി ബന്ധപ്പെട്ട് സമസ്തയുമായുള്ള അല്ലെങ്കിൽ മറ്റ് സംഘടനകളുമായിട്ട് ഒക്കെയുള്ള ബന്ധം നല്ല രീതിയിൽ CPM മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, ഇടതുപക്ഷം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ട്രേഡ് യൂണിയൻ നേതാവും CPMന്റെ മുതിർന്ന നേതാവായിരിക്കുമ്പോഴും എളമരം കരീം ഇത്തരം ചർച്ചകൾക്കും ഒക്കെ നേതൃത്വം കൊടുക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ 2% വ്യത്യാസം? മാത്രമല്ല 1,16,940 നിയമസഭാ മണ്ഡലങ്ങളിൽ LDFനുള്ള മേൽക്കൈ. തീർച്ചയായിട്ടും അല്ല, ഇത് അഭിപ്രായ സർവേ ഫലം മാത്രമാണ്. ഈ പറഞ്ഞ 2% ഗ്യാപ്പ് എളമരം കരീം മറികടക്കില്ല എന്ന് നമുക്ക് ഈ മൊമെന്റിൽ പറയാൻ കഴിയില്ല. കാരണം ഇനി ഇലക്ഷൻ ക്യാമ്പയിൻ കിടക്കുകയാണല്ലോ. ഒരു പ്രധാനപ്പെട്ട കാര്യം, എളമരം കരീമിന് മുസ്ലിം സാമുദായിക സംഘടനകളുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. ഇന്നലെ
തന്നെ അദ്ദേഹം SDPIയുടെ ഒരു ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തത് എതിർ കക്ഷികൾ വിവാദമാക്കുന്നുണ്ട്. ഇഫ്താറിനൊക്കെ ആര് വിളിച്ചാലും പോവാം, ഞാനത് തെറ്റായി കാണുന്ന ഒരാളല്ല. എന്തായാലും ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ കരീംക എന്ന പോസ്റ്റർ അടിച്ചത് മുതൽ ചില വിവാദങ്ങളും മറ്റുമൊക്കെ വരുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് പൊതുവെ എല്ലാ മുസ്ലിം സംഘടനകളുമായിട്ട്, ഈവൻ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് പോലും നല്ല റാപ്പോ ഉള്ള ആളാണ്. പിന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ ഒരു പ്രബല വിഭാഗം ഇത്തവണ ടാക്ടിക്കലായി ഇടതുമുന്നണിയെ പിന്തുണയ്ക്കുന്നു. ജിഫ്രി മുത്തുക്കോയ തങ്ങളെ PMA സലാം പറഞ്ഞത് ഞങ്ങൾ മറന്നിട്ടില്ല എന്നവർ ഇടയ്ക്കിടയ്ക്ക് ഭംഗ്യന്തരേണ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷേ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അണികൾ പരമ്പരാഗതമായി ലീഗിന്റെ വോട്ട് ബേസ് ആണ്. അപ്പോൾ സമസ്തയിലെ ഒരു വിഭാഗം ഉമർ ഫൈസി മുക്കത്തിന്റെ ഒക്കെ കാച്ച്മെന്റ് ഏരിയയിൽ പെടുന്ന ഭാഗമാണ് ഈ കോഴിക്കോട് മണ്ഡലം. അപ്പോൾ സമസ്തയുടെ ഒരു വിഭാഗത്തിന്റെ പിന്തുണ, തന്ത്രപരമായ പിന്തുണ ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ വിവിധ സംഘടനകളുമായി, വിവിധ മുജാഹിദ്, സുന്നി, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി സംഘടനകളുമായിട്ടുള്ള എളമരം കരീമിന്റെ നല്ല ബന്ധമൊക്കെ കഴിഞ്ഞ തവണത്തേതിന് വിരുദ്ധമായ ഒരു കൗണ്ടർ കൺസോൾട്ടേഷൻ ഉണ്ടാക്കുമെന്ന് LDF പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഗ്രൗണ്ടിൽ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ഉള്ള അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ലീഗ് മരണപ്പണി എടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ 2 മണ്ഡലങ്ങളിലും പൊന്നാനിയിലും മലപ്പുറത്തും ജയം ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ലീഗ് വടകരയിലും കോഴിക്കോടും UDFനെ ജയിപ്പിക്കാൻ വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന കാഴ്ചയാണ്. കാരണം അവർക്ക് ഇത് അഫോർഡ് ചെയ്യാൻ കഴിയില്ല. കാരണം സമസ്തയിലെ ഒരു വിഭാഗം ഞങ്ങളുമായിട്ട് ഷണ്ട ഉണ്ടാക്കി അവർ LDFനെ ജയിച്ച് കാണിപ്പിച്ചാൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ സമ്മർദ്ദ ഗ്രൂപ്പ് കൂടുതൽ ശക്തമാകും. അത് പാണക്കാട് തങ്ങളെ സംബന്ധിച്ച് പോലും ക്ഷീണമാകും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് ലീഗ് തയ്യാറാവുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മുസ്ലിം സംഘടനകളുമായുള്ള ബന്ധത്തിന്റെ കാര്യം പറയുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ MK രാഘവന് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ജനകീയത എപ്പോൾ വേണമെങ്കിലും ആക്സസിബിൾ ആണ് എന്നുള്ളൊരു കാര്യം കണ്ണൂരിൽ നിന്ന് വന്നതാണെങ്കിലും കോഴിക്കോടുകാരനായി അദ്ദേഹം മാറി എന്നുള്ളൊരു കാര്യം. ഏത് കോഴിക്കോടുകാരനോട് MK രാഘവനെ കുറിച്ച് ചോദിച്ചാലും രാഘവേട്ടനെ പറയുള്ളൂ. BJPക്ക് കാര്യമായ വോട്ട് വർധന അവിടെ കാണുന്നുണ്ട്.